നമസ്കാരം, പ്രകൃതി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ നിൽക്കുന്നത് നിങ്ങളുമായി ഒരു വിശേഷം പങ്കുവയ്ക്കാനാണ്. എന്താണ് വിശേഷം എന്നല്ലേ, അത് സസ്പെൻസ് ആണ്. നമുക്കത് നേരിട്ട് കണ്ടുവരാം. വരൂ, നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ചേച്ചിമാരാണോ എന്ന് ചോദിച്ചാൽ അല്ല, ചേട്ടന്മാരാണോ എന്ന് ചോദിച്ചാലും അല്ല, എന്നാൽ അതിനുമപ്പുറം നമ്മുടെ സ്വന്തം ചേച്ചിമാരാണ്. വരൂ, നമുക്ക് കണ്ടിട്ട്. റിഹേഴ്സൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് എങ്ങനെ നോക്കാം ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഹലോ ചേച്ചി. ഹലോ, നമസ്കാരം. ആരാ? ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഇങ്ങോട്ട് പോടോ. ഏതാ ചാനൽ? പ്രകൃതി എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. നമ്മളെ നശിപ്പിക്കാൻ പറഞ്ഞു വിട്ടതാണോ? അയ്യോ ചേച്ചി, ഞാൻ ഉദ്ദേശിച്ച ഒന്നല്ല, ഞാൻ അങ്ങോട്ട് ആളെ അല്ല. പാട്ട് കിട്ടിയോ? എത്ര നേരം കഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഈ പാട്ട് കിട്ടിയത് ആരോടെ ഇത്? നമുക്ക് പാട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെള്ളം കളിക്കണ പാട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കിയമ്മേ, നമുക്ക് കളിക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അതാണ് അടുത്ത കൈ അടിച്ചോ, കൈ അത് അങ്ങനെ തന്നെ കളിച്ചോ. എന്താടോ, നിങ്ങൾ എന്താ കളിക്കുവാണോ? താൻ പോയി ഒന്ന് അവിടെ നിക്കടോ. അതെ, വേറെ ഒന്നും വിചാരിക്കരുത്. കളിക്കിടയിൽ ഞാനൊന്ന് കീഴ്ശ്വാസം വിട്ടോട്ടെ. എന്താടോ, താൻ ഈ വാക്ക് നേരത്തെ കേട്ടിട്ടില്ലേ? അവന്റെ ഒരു കിണി. പാടോ, നമുക്ക് കളിക്കാം. താൻ പോടോ, കളിക്കാൻ വരട്ടെ. വീണ എവിടെ? പറയുമ്പോ വീണ എവിടെയാടി? വീണയോ? ഇപ്പൊ വരും. അല്ല ചേച്ചിമാരെ, ഞാൻ ഒരു കാര്യം ചോദിക്കൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. സാധാരണ ഈ താടിയും മുടിയും വെച്ചിട്ടൊന്നും അല്ലല്ലോ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. എല്ലാം നന്നായി നീറ്റായി ഷേവ് ചെയ്ത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടല്ലേ? നമ്മൾ താടി വെക്കും, മീശ വെക്കും. താൻ ആരാടോ ചോദിക്കാൻ? നീ ചുമ്മാ നിക്കടി. തനിക്കുള്ള മറുപടിയേ താൻ എന്നോട് വാ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ താൻ പോടോ, പാടോ, നമുക്ക് കളിക്കാം. എല്ലാരും വരും. റെഡി, 1 2 3 സ്റ്റാർട്ട്. എല്ലാരും കൈ വെച്ചേ, ഇങ്ങനെ വെച്ചേ, ഇങ്ങനെ. അതാണ് എടോ. ഇനി നമ്മളിങ്ങനെ കൈ താട്ടിട്ട് ഇതൊക്കെ ഇത് രണ്ട് തട്ട്. നീ ഇപ്പാണ് വരണോ? അവിടെ എന്റെ സ്ഥലം എവിടെയാണോ? അപ്പുറത്ത് പോയില്ലേ? എവിടെയെങ്കിലും കിടന്നിട്ട് കേറി വന്നോളൂ. അല്ലെങ്കിൽ നീ നിനക്ക് ഉത്തരവാദിത്വം ഇല്ല കേട്ടോ. ഉത്തരവാദിത്വം നമുക്ക് കളിക്കാം. കളിക്കാം. എല്ലാരും കൈ വെച്ചേ, പിടിച്ചല്ലോ. ഇനി നമ്മൾ ഈ കൈ എടുത്തിട്ട് ഇതണ്ട ഇങ്ങനെ 2 തട്ട്. ഇത് ഈ ചാട്ടം. എങ്ങനെ? ഒന്നുകൂടി അത് 2 തട്ട് ഈ ചാട്ടം. അതാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. 2 തട്ട് 1 ചാട്ടം, 2 തട്ട് 1 ചാട്ടം. മനസ്സിലായല്ലോ? പിന്നെ മറ്റേ പാട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഇവിടുത്തെ സ്റ്റുഡിയോ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ അവിടെ ചെയ്തോളൂ. വരൂ, നമുക്ക് കളിക്കാം. പാട്ട് എടുത്താ ഞാൻ. എനിക്കറിയില്ല, എല്ലാ പ്രാവശ്യം ചേച്ചി പഠിപ്പിക്കണം. നീ എന്തിനാ കളിപ്പിക്കുന്നത്? ഞാൻ തന്നെ പഠിപ്പിച്ചോണ്ടിരുന്നത്. അതിനിടയ്ക്കല്ലേ അവൻ വന്നത്. എന്നാ പിന്നെ ഞാനിനി ഫ്രണ്ടിൽ നിന്ന് കളിച്ചോണ്ടിരുന്ന നീയല്ലേ എന്തിനാ ഇങ്ങനെ കിടന്ന് പടങ്ങണത്? കഴിഞ്ഞ പ്രാവശ്യം പുണ്ടലിനെ കളിക്കാൻ പോയപ്പോഴേ ഒരുത്തി നോട്ട് കൊണ്ട് ഇവിടെ നെഞ്ചിൽ കുത്തി കൊടുത്തപ്പോ അപ്പൊ തുടങ്ങിയതല്ലേ ഇവിടെ അഹങ്കാരം. നിങ്ങൾക്ക് ആക്കുമ്പോഴെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിക്കാം. ഇത് കലക്കും. ശരി, നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ കൗണ്ട് പറയട്ടെ. ഓക്കെ, 1 2 3. ജാനകി എന്താടി ജാനകി പറഞ്ഞ് ഞാൻ കളിപ്പിക്കാം, ഞാൻ പഠിപ്പിക്കാം. ഇപ്പൊ കണ്ടല്ലേ പെട്ട ജാനകി പോയത്. നിനക്ക് തികഞ്ഞോ? നിനക്ക് എന്താ ജോലി? എന്റെ കുഞ്ഞുമേരെ അനിയത്തി ആയതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കളിപ്പിക്കാൻ പറ്റിയത്. എന്നിട്ട് തെറ്റിക്കുന്നു. നേരെ നീല. ശരി, നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങിയാലോ? മതി കുന്തരിപ്പിച്ചത്. ഇതിന് ഒന്നുകൊണ്ട് ലായത്തി കെട്ടിട്ട് വേണം. ഈ കുതിര വിട്ടോണ്ട് ഇത്തിരി നൂരടി. നീ ഒന്ന് പഠിപ്പില്ല. ഞാൻ പഠിപ്പിക്കും. എനിക്ക് കുന്തളിപ്പാ. നിങ്ങൾ കാല് പഠിക്കാൻ വേണ്ട, അവിടെ പഠിപ്പിക്കട്ടെ. ഞാൻ ഇനി പഠിപ്പിക്കുന്നില്ല. ഒന്ന് തുടങ്ങടി മുത്തേ. ശരി, എല്ലാരും പൊയ്ക്കോ. അവിടെ നിന്നോ. എല്ലാരും ഇങ്ങനെ വളഞ്ഞ് വൃത്തത്തിൽ വന്നോ. അങ്ങനെ വൃത്തത്തിൽ കൈ പിടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? ഇനി കൈ പിടിച്ചോ. ഈ പിടിക്കാതെ പാട്ടടി. പാട്ടുണ്ടെങ്കിൽ ഇവിടെ കളിക്കത്തുള്ളൂ. ശരി ശരി. കേട്ടോ, വള്ളംകളി വള്ളംകളി വള്ളംകളി. വള്ളംകളി 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 വള്ളം. നോണ്ട കുഞ്ഞാമോരെ മോള് കളിക്കാനില്ലേ?
കണ്ടില്ലേടി കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എടി വീണെ നിനക്കിപ്പോ സമാധാനമായല്ലോ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇതിനെ പിടിച്ച് മാറ്റണം ഈ തള്ളേ ഞാനില്ല നിങ്ങൾ കളിച്ചോ കേട്ടോ എടി സിന്ധു പോയെങ്കിൽ പിന്നെ ഞാനും പോകുന്നു. എടി അവരൊക്കെ പോയെങ്കിൽ പോട്ടെ, അവർക്ക് അല്ലെങ്കിൽ ഒരു കൊമ്പ് കൂടുതലാണ്. അപ്പൊ നമുക്ക് കളിക്കാം. ഇനി നീ നിന്റെ കുഞ്ഞമ്മ കൊണ്ട് കളിച്ചാൽ മതി, ഞാൻ പോണ്. ഹലോ, എന്ത് ചെയ്യുന്നു? എങ്ങനെയുണ്ട് എന്റെ വള്ളംകളി? കുഞ്ഞമ്മ